ക്രിക്കറ്റിലെ ഡക്വർത്ത് ലൂയിസ് മഴ നിയമം ഒരു പരിധിവരെ കളിക്കിടെ മഴ വന്നാലുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ്. എന്നാൽ ഈ നിയമം കണക്കുകൂട്ടുന്നതിൽ പിഴച്ചാലോ? അങ്ങനെയുള്ള അബദ്ധങ്ങൾ ക്യാപ്റ്റന്മാരിൽ നിന്നും കോച്ചുകളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മണ്ടത്തരം പറ്റിയ രണ്ട് സന്ദർഭങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1992 ലോകകപ്പിൽ അന്നത്തെ മഴ നിയമം ദക്ഷിണാഫ്രിക്കയ്ക്ക് സമ്മാനിച്ച ദുരന്തത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ മുഴുവൻ വേദനിച്ചിരുന്നു. എന്നാൽ 11 വർഷത്തിന് ശേഷം 2003 ലോകകപ്പിൽ ഒരിക്കൽ കൂടി മഴ നിയമപ്രകാരം ദക്ഷിണാഫ്രിക്ക പുറത്താകാൻ കാരണം കണക്കുകൂട്ടലിലെ പിഴവായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം അനിവാര്യമായിരുന്നു. എന്നാൽ മാത്രമേ അവർക്ക് സൂപ്പർ സിക്സിലെത്താൻ കഴിയുമായിരുന്നുള്ളൂ. മറുവശത്ത് ശ്രീലങ്കയാകട്ടെ നേരത്തെ തന്നെ സൂപ്പർ സിക്സിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മത്സരബലം പ്രധാനമായിരുന്നില്ല. തുടക്കം മുതൽ മഴ ഭീഷണിയായിരുന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ 269 റൺസിൻ്റെ വിജയലക്ഷ്യം വയ്ക്കുന്നു. ക്ലോക്കിൻ്റെ പെൻഡുലം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിന്ന മത്സരം ഒടുക്കം ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ 32 പന്തിൽ 46 റൺസ് എന്ന നിലയിലെത്തുന്നു. അവശേഷിക്കുന്നതാകട്ടെ 4 വിക്കറ്റും. അപ്പോഴേക്കും മഴ ചാരിത്തുടങ്ങിയിരുന്നു. ഏത് നിമിഷവും കളി നിർത്താമെന്നും മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ കളി വീണ്ടും ഉണ്ടാകില്ലെന്നും കഴിഞ്ഞ കളികളിലെ അനുഭവത്തിൽ നിന്ന് ഇരു ടീമിനും അറിയാമായിരുന്നു. അപ്പോൾ ക്രീസിൽ നിൽക്കുന്നത് മാർക്ക് ബൗച്ചറും ലാൻസ് ക്ലൂസ്നറുമാണെന്നിരിക്കെ ദക്ഷിണാഫ്രിക്കയ്ക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. മുത്തയ്യ മുരളീധരൻ എറിഞ്ഞ ഓവറിലെ 5-ാം പന്തിൽ ബൗച്ചർ സിക്സർ നേടുന്നു. അതോടെ 31 പന്തിൽ വേണ്ടത് 40 റൺസ്. അപ്പോഴേക്കും മഴ കനക്കുന്നു. ഓവറിലെ അവസാന പന്തിൽ ബൗച്ചറിന് വേണമെങ്കിൽ ഒരു റൺ എടുക്കാമായിരുന്നു. എന്നാൽ കളി അപ്പോൾ നിർത്തിയാലും മഴ നിയമപ്രകാരം തങ്ങൾ ജയിച്ചെന്ന കണക്കുകൂട്ടലിൽ ബൗച്ചർ റണ്ണെടുക്കാൻ മെനക്കെട്ടില്ല. അപ്പോഴേക്കും മഴ കോരിച്ചൊരിയാൻ തുടങ്ങിയിരുന്നു. ഇതോടെ കളി നിർത്തി. പിന്നീടാണ് അറിഞ്ഞത് ബൗച്ചറുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി എന്ന്. 45 ഓവർ പിന്നിടുമ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് 6 വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 230 റൺസ് എടുക്കണമായിരുന്നു. എന്നാൽ അപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നത് 229 റൺസ്. കളി പുനരാരംഭിച്ചില്ല. മത്സരം സമനിലയിൽ അവസാനിച്ചതായി ഔദ്യോഗിക അറിയിപ്പ് വന്നു. അതോടെ ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. കണക്കിലെ പിഴവിൽ കളി തോറ്റ മറ്റൊരു ടീം വെസ്റ്റ് ഇൻഡീസാണ് കേട്ടോ. 2009 സംഭവം. ഇംഗ്ലണ്ടിനെതിരായ മത്സരത്തിൽ 271 റൺസിൻ്റെ വിജയലക്ഷ്യവുമായി വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. വെളിച്ചം കുറഞ്ഞു വരുന്നു. അപ്പോഴാണ് സ്റ്റുവർട്ട് ബ്രോഡ് വെസ്റ്റ് ഇൻഡീസിൻ്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ദിനേശ് രാംതിനെ പുറത്താക്കുന്നത്. മഴ മൂലം അപ്പോൾ കളി നിർത്തിയാൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം മുൻതൂക്കം ഇംഗ്ലണ്ടിനായിരുന്നു. വെസ്റ്റ് ഇൻഡീസിന് പിന്നെയും ജയിക്കാൻ 22 പന്തിൽ 27 റൺസ് വേണമായിരുന്നു. എന്നാൽ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം അപ്പോൾ കളി നിർത്തിയാൽ ജയസാധ്യത തങ്ങൾക്കാണെന്ന് തെറ്റിദ്ധരിച്ച് വെസ്റ്റ് ഇൻഡീസ് കോച്ച് ജോൺ ഡൈസൺ വെളിച്ചക്കുറവ് ചൂണ്ടിക്കാട്ടി ക്രീസിലുള്ള ബാറ്റ്സ്മാൻമാരോട് പവലിയനിലേക്ക് തിരിച്ചു വരാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ കളി നിർത്തിയാൽ തങ്ങൾ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഡൈസനെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത്. തൊട്ടുമുമ്പ് രാംദിൻ പുറത്തായതിനു ശേഷമുള്ള പുതിയ കണക്കുകൾ, പുതിയ സാഹചര്യങ്ങൾ ഡൈസൺ വിട്ടുപോയിരുന്നു. ഫലം 1 റണ്ണിന് വെസ്റ്റ് ഇൻഡീസ് തോറ്റു.